അടുത്തതായിട്ട് നമുക്ക് പെയിനിൻ്റെ റിസെപ്റ്റേഴ്സ് ഏതാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു റിസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നോസിസെപ്റ്റേഴ്സ് എന്ന് പറയും, ഫ്രീ നെർവ് എൻഡിങ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ ബെയർ നെർവ് ടെർമിനൽസ് ആണ് ഈ ഒരു പെയിൻ റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബെയർ നെർവ് ടെർമിനൽസ്. അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ ചില അതർ ക്യൂട്ടേനിയസ് റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ചില ക്യൂട്ടേനിയസ് റിസെപ്റ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, എക്സസീവ്ലി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ചില ക്യൂട്ടേനിയസ് റിസെപ്റ്റേഴ്സിനെ എക്സസീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, പെയിൻ കോസ് ചെയ്യും. അതായത് ഇപ്പം മെക്കാനിക്കൽ, അതായത് നമ്മുടെ പ്രഷറൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രഷർ, ടെമ്പറേച്ചർ പോലെയുള്ള സ്റ്റിമുലേഷൻസൊക്കെ നമ്മൾ എക്സസീവായിട്ട് ആ ക്യൂട്ടേനിയസ് സെൻസേഷൻസിനെ നമ്മൾ എക്സസീവായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബെയർ നെർവ് ടെർമിനൽസ്, ഫ്രീ നെർവ് എൻഡിങ്സ് എന്നുള്ളത് എപ്പോഴും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് എന്തുണ്ട്, ക്വാളിറ്റീസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെയിനിനെ അതിൻ്റെ ക്വാളിറ്റീസിനനുസരിച്ച് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടൈപ്സ്. അപ്പോൾ ആ ടൈപ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പെയിനിന് നമ്മൾ പറഞ്ഞു 2 മേജർ ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫാസ്റ്റ് പെയിന്, സ്ലോ പെയിന്. ഫാസ്റ്റ് പെയിൻ ആൻഡ് സ്ലോ പെയിൻ. ഓക്കെ, ഫാസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 0.1 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു പെയിൻ അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് പെയിന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 0.1 സെക്കൻഡൊക്കെ അത് നിൽക്കുള്ളൂ. പക്ഷേ സ്ലോ പെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് 1 സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ടാകും. അതെന്നിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യും ഓവർ മെനി സെക്കൻഡ്സ് ആൻഡ് സംടൈംസ് ഈവൻ മിനിറ്റ്സ്. ചില സാഹചര്യങ്ങളിൽ അത് 1 മിനിറ്റ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ കണ്ടക്ഷൻ പാത്വേ, ഈ 2 ടൈപ്പ് പെയിനിൻ്റെയും കണ്ടക്ഷൻ പാത്വേ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓരോന്നിനും എന്തുണ്ട്, ഇപ്പോൾ ഫാസ്റ്റ് പെയിൻ ആണെങ്കിലും സ്ലോ പെയിൻ ആണെങ്കിലും അതിന് 2 കണ്ടക്ഷൻ പാത്വേ ആണ്. ഓരോന്നിനും എന്താ പറയുക എന്ന് വെച്ചാൽ അതിന് രണ്ടിനും അതിൻ്റേതായ എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ഈ ഫാസ്റ്റ് പെയിന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മറ്റ് എന്താ പറയുക, ഒരുപാട് ആൾട്ടർനേറ്റീവ് നെയിംസ് ഉണ്ട്. ഫാസ്റ്റ് പെയിനിൻ്റെ വേറെ ചില പേരുകളുണ്ട്. ഷാർപ്പ് പെയിന്, പ്രിക്കിംഗ് പെയിന്, അക്യൂട്ട് പെയിന്, ഇലക്ട്രിക് പെയിന് എന്നൊക്കെ ഫാസ്റ്റ് പെയിൻ അറിയപ്പെടുന്നുണ്ട്. ഈ ടൈപ്പ് പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സൂചി നമ്മുടെ സ്കിന്നിൽ ഇറക്കുമ്പോൾ ഉള്ള വേദന, അതേപോലെ അതായത് സൂചി അടിക്കുകയൊക്കെ ചെയ്യൂലേ, ആ സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സെക്കൻഡിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പെയിന്, അതേപോലെ എന്താ പറയുക, ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ കൈ മുറിക്കുകയൊക്കെ ചെയ്യൂലേ, ആ സമയത്ത് ഉണ്ടാവുന്ന പെയിന്. പിന്നെ അതേപോലെ എന്തെങ്കിലും നമ്മുടെ കൈയൊക്കെ കത്തുമ്പോൾ, കൈ മീൻസ് കൈ എന്നുള്ളതല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ബേണിങ്സ്, അതായത് പെട്ടെന്നൊരു തീപ്പൊരിക്ക് നമ്മുടെ മേത്തേക്ക് പാറി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്ന് ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ സമയം നിൽക്കുന്ന എന്നാൽ ഫാസ്റ്റായിട്ടുണ്ടാവുന്ന ആ ഒരു പെയിന്, അതിപ്പോൾ സൂചി കുത്തുമ്പോഴുള്ള ആ വേദന അറിയില്ല, ഉറുമ്പ് കടിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള പെയിനൊക്കെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്, സ്ലോ അല്ലടാ, ഫാസ്റ്റ് പെയിന്. ഓക്കെ, ഇത് ശരിക്കും എന്താണ്, പിന്നെ ഇത് തന്നെയാണ് നമ്മളൊരു സ്കിന്നിനൊരു ഇലക്ട്രിക് ഷോക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത്. ഈ ഫാസ്റ്റ് ഷാർപ്പ് പെയിൻ എന്ന് പറയുന്ന പെയിന് നമ്മുടെ ഡീപ്പർ ടിഷ്യൂ, ബോഡിയിലെ ഏറ്റവും ഉള്ളിലുള്ള ഡീപ്പർ ടിഷ്യൂസിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു പെയിൻ ഒരിക്കലും അത്രയും ഡീപ്പായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല. അതായത് ഔട്ടർ പെരിഫറൽ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു സൂചി കുത്തുമ്പോഴൊക്കെയുള്ള ആ ഒരു വേദന പറഞ്ഞാൽ അത്രയും ഉള്ളിലേക്ക് അങ്ങനെ ഡീപ്പർ ടിഷ്യൂസിനൊന്നും ഡാമേജ് ഉണ്ടാകുന്നില്ല. ഓക്കെ, എന്നാൽ സ്ലോ പെയിൻ എടുക്കാം നമുക്ക്. ഈ സ്ലോ പെയിന് ഒരുപാട് പേരുകളുണ്ട്. അതാണ് സ്ലോ ബേണിംഗ് പെയിൻ, എയ്ക്കിംഗ് പെയിൻ, ത്രോബിംഗ് പെയിൻ, നോസിയസ് പെയിൻ ആൻഡ് ക്രോണിക് പെയിൻ. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേരുകൾ ഏതൊക്കെയാണ്? ബേണിംഗ് പെയിൻ, ഏക്കിംഗ് പെയിൻ, ത്രോബിംഗ് പെയിൻ, നോസിയസ് പെയിൻ ആൻഡ് ക്രോണിക് പെയിൻ പോലെയുള്ള ഡിഫറെൻറ്റ് പേരുകളുണ്ട്.
ഈ ഒരു ടൈപ്പ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂ ഡിസ്ട്രക്ഷന് കാരണമാവുന്നുണ്ട്. ഉള്ളിലുള്ള ടിഷ്യൂസിനൊക്കെ ഡിസ്ട്രക്ഷന് കാരണമാവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പ്രൊലോങ്ഡ് ആയിട്ട് ഈ ഒരു പെയിൻ ഉണ്ടാകും. അതേപോലെ ഭയങ്കര എന്നുവെച്ചാൽ കുറേ സമയം നിൽക്കുന്നു മാത്രമല്ല, ഭയങ്കര അൺബിയറബിൾ ആയിട്ടുള്ള സഫറിങ് ആയിരിക്കും. ഓക്കെ, ഇത് ഒരുപാട് സമയം ഉണ്ടാകും. പിന്നെ അതേപോലെ സ്കിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്നിലും അതേപോലെ ഡീപ്പ് ടിഷ്യൂ ഓർഗൻ ഇതിലൊക്കെയാണ് ഇതുണ്ടാവുക. അതായത് നമുക്ക് നല്ല ഉള്ളിലിങ്ങനെ കുറേ സമയം നിൽക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഈ ഒരു ഗ്യാസ് ട്രബിൾ പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് ഗ്യാസ് ട്രബിൾ അല്ല, അങ്ങനെയൊക്കെയുള്ള ഉള്ളിലുണ്ടാവുന്ന വേദനകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സമയം നിൽക്കുന്ന വേദനകൾ, അത് മെല്ലെ മെല്ലെ ഇങ്ങനെ തുടങ്ങി പിന്നെ അത് കൂടിക്കൂടി വരുന്ന രീതിയിലൊക്കെയുള്ള വേദനകൾ. ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ വേദനകളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതേപോലെ ഒരുപാട് സമയം നിലനിൽക്കുന്ന പെയിനായിരിക്കും ഈ ഒരു സ്ലോ പെയിനിൽ ഉണ്ടാവുക. 1 മിനിറ്റോ 1 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയൊക്കെ ഉണ്ടാവും ഈ ഒരു പെയിന് മിനിമം. അങ്ങനെ പിന്നെ ചിലതിലൊക്കെ കൂടിക്കൂടി അതിൽ കൂടുതൽ സമയമൊക്കെ നിൽക്കുന്നതും ഉണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 1 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.